നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ്. കാരണം പല സ്മാർട്ട് ഫോണുകൾക്കും ഇപ്പോൾ പകുതിയോളം വില കുറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ നല്ല രീതിയിൽ വില കുറഞ്ഞ കുറച്ച് സ്മാർട്ട് ഫോണുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് പറയാം. ആദ്യം പറയാനുള്ളത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ S25 അൾട്രയാണ് ഏറ്റവും പുതിയ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സീരീസ് ആയിട്ടുള്ള S24 അൾട്രയ്ക്ക് ഏകദേശം 37% വിലയാണ് ഇടിഞ്ഞിരിക്കുന്നത്. അതായത് 1,35,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത S24 അൾട്ര നമുക്കിപ്പോൾ 85,000 രൂപയ്ക്ക് വാങ്ങാം. 84,999 രൂപയ്ക്ക് നമുക്കിപ്പോൾ S24 അൾട്ര എന്ന കഴിഞ്ഞ വർഷത്തെ സാംസങ്ങിന്റെ കില്ലാടി സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള S24 അൾട്രയെ നമുക്ക് ആമസോണിലൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 37% വിലക്കുറവാണ് ഇപ്പോൾ ഈ ഒരു S24 അൾട്രയ്ക്ക് വന്നിരിക്കുന്നത്. S24 അൾട്ര കഴിഞ്ഞാൽ സാംസങ്ങിന്റെ S23 അൾട്രയ്ക്കും വില കുറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ ഇപ്പോൾ ഈ S24 അൾട്ര ഈ പറയുന്ന 85,000 രൂപയിലേക്ക് എത്തുന്നതിന് മുമ്പ് S23 അൾട്രയ്ക്കായിരുന്നു 85,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നത്. എന്നാൽ ഇപ്പോൾ S23 അൾട്രയുടെയും വില കുറഞ്ഞിട്ട് ഏകദേശം 78,998 രൂപയ്ക്ക് അവരുടെ 12GB RAM 256GB വേരിയന്റ് നമുക്ക് ആമസോണിലൂടെ ഇപ്പോൾ വാങ്ങാവുന്ന സ്ഥിതിയിലേക്ക് വില കുറഞ്ഞിരിക്കുകയാണ്. ഈ S23 അൾട്രയും ഏകദേശം 1,49,000 ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സാംസങ്ങിന്റെ ഈ രണ്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ S24 അൾട്ര അല്ലെങ്കിൽ S23 അൾട്ര വാങ്ങേണ്ടവർക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ വാങ്ങാം. ഇനി അതുമല്ലെങ്കിൽ സാംസങ്ങിന്റെ S23 പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ, ഇതിന് ഏകദേശം പകുതിയിലേറെയാണ് വില കുറഞ്ഞിരിക്കുന്നത് ലോഞ്ച് പ്രൈസിൽ നിന്നും. 57% വിലയാണ് S23 പ്ലസിന്റെ വില ഇടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. 1,16,000 രൂപയ്ക്ക് പുറത്തിറക്കിയ S23 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ ഇപ്പൊ നമുക്ക് 49,990 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ളതാണ്. ഈ 1,16,000 രൂപ എന്ന് പറയുന്നത് അവരുടെ ലോഞ്ച് MRP പ്രൈസ് ആണ്. ഞാൻ ഈ പറയുന്ന അവരുടെ ആദ്യകാല പ്രൈസ് എന്ന് പറയുന്നത് അവരുടെ ലോഞ്ച് ചെയ്തപ്പോൾ MRP പ്രൈസ് ആണ്. അത് പല ഘട്ടങ്ങളായി കുറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന വിലയാണ് ഞാൻ പറയുന്നത് 49,990. അതും ആമസോണിലൂടെയാണ് ഈ ഒരു പ്രൈസിൽ നമുക്കിപ്പോൾ വാങ്ങാൻ സാധിക്കുന്നത്. ഈ മൂന്ന് ഫോണുകൾ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് സ്മാർട്ട് ഫോണുകൾക്ക് വന്ന വിലക്കുറവാണ് പറഞ്ഞത്. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല. ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഷവോമി 15 കാര്യമായിട്ടുള്ള വില കുറഞ്ഞിട്ടുണ്ട്. അതായത് 80,000 രൂപയ്ക്ക് പുറത്ത് ഇറങ്ങിയ ഷവോമി 15 നമുക്കിപ്പോൾ 64,998 രൂപയ്ക്ക് നമുക്ക് ആമസോൺ വഴി വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്രയും വിലക്കുറവ് ഈ ഒരു ഷവോമി 15 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനും വന്നിട്ടുണ്ട്. 50MP ലൈക്ക ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ഷവോമിയുടെ 15 ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോണിന്റെയും ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അത് നിങ്ങൾക്ക് നമ്മൾ തന്നെ ചെയ്ത പല വീഡിയോകളുണ്ട്, സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഇപ്പോൾ വില കുറഞ്ഞ ഫോണുകൾ ഏതെന്ന് മാത്രം പറയാണ്, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് വില കാര്യമായിട്ട് കുറഞ്ഞ മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 7 ആണ്. നമുക്കറിയാം നമ്മൾ ഗൂഗിളിന്റെ പിക്സൽ ഫോണുകളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയാറുണ്ട് ആ സമയത്ത് അവരുടെ ഫോണുകളുടെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണ്. എന്നാൽ ഇതുപോലെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ആ ഒരു ഫോണിന്റെ യഥാർത്ഥ വിലയിലേക്കോ അല്ലെങ്കിൽ അതിൽ താഴേക്കോ വരാറുണ്ട് ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ വില. അത്തരത്തിൽ പിക്സൽ 7ന്റെ വില ഇപ്പോൾ 60,000 രൂപയിൽ നിന്ന് ഏകദേശം 30,999 രൂപയ്ക്ക് പിക്സൽ 7ന്റെ വില വന്ന് ഇടിഞ്ഞു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ വന്ന് താന്നു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 8GB RAM 128GBക്കാണ് ഈ ഒരു 48% വിലക്കുറവ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത്രയും വിലക്കുറവിൽ നമുക്കിപ്പോൾ വാങ്ങാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു സ്മാർട്ട് ഫോൺ ആണ് ഷവോമി 12 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇത് ഇറങ്ങിയിട്ട് 1-2 വർഷമായി എങ്കിലും എനിക്ക് ഇപ്പോഴും ആ ഷവോമി 12 Pro എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫോൺ കാര്യമായ രീതിയിൽ മനസ്സിലേക്ക് ഓടിത്തുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. എസ്പെഷ്യലി ക്യാമറയൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. ഈ ഒരു ഫോണിന് 85,000 രൂപയ്ക്കായിരുന്നു അവരുടെ MRP ലോഞ്ച് ചെയ്തപ്പോൾ. ഇപ്പോൾ അത് വന്നിട്ട് 36,999 രൂപയ്ക്ക് ആമസോണിലും 35,799 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലഭ്യമാണ്. 50MP ട്രിപ്പിൾ ക്യാമറ, 8GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ്, 4,600 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസർ ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ വിലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലയേക്കാളും കൂടുതൽ അതിന് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ 1-2 വർഷം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഫോണിന്റെ വില ഇത്രയും കുറച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ വിലയ്ക്ക് ബെസ്റ്റ് സാധനമാണത്. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോണുകളുടെ പ്രൈസാണ് ഞാൻ ഈ വീഡിയോയിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എഡിറ്റിംഗ് സമയത്ത് നമ്മൾ ആമസോണിലൊക്കെ കയറി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പല ഫോണുകളുടെയും വില ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്, ചിലത് കുറഞ്ഞിട്ടുമുണ്ട് ഞാൻ പറഞ്ഞ പ്രൈസിനേക്കാൾ. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. പലതും ലിമിറ്റഡ് ടൈം ഡീൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ പ്രൈസ് ഈ കാണുന്നതിനേക്കാളും വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ഫോണുകൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ താമസിക്കാതെ വാങ്ങണമെന്നൊരു കാര്യം പറയാനുണ്ട്. അതേപോലെ സാംസങ്ങിന്റെ Z Fold 4 എന്ന് പറയുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ 1,80,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോൺ ആണ് ഇപ്പോൾ 94,999 രൂപയ്ക്ക് 94,999 എന്ന് പറയുന്ന പ്രൈസിന് ഇപ്പോൾ നമുക്ക് Z Fold 4 വാങ്ങാം. അപ്പോൾ ഇതൊരു ആഡംബരത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് സാംസങ്ങിന്റെ ഫോൾഡ് സീരീസ്. പറയാതെ വയ്യ, നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോൾ അത്രയും ഗെറ്റപ്പ് ഉള്ള ഒരു ഫോണാണ്. ഞാനും കുറച്ചു കാലം സാംസങ്ങിന്റെ ഈ ഫോൾഡ് സീരീസ് പല ഫോണുകൾ ഉപയോഗിച്ച ഒരാളാണ്. ഐ കാച്ചിങ് ഫോണാണ്. ആളുകളുടെ അറ്റൻഷൻ
അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ തന്നെയാണ് ഫോൾഡ് ഫോണുകൾ. മറ്റൊരു ഫോണുകൾക്കും അത്രയും ഒരു അറ്റൻഷൻ സീക്കിംഗ് അല്ലെങ്കിൽ അറ്റൻഷൻ ഗ്രാബിംഗ് സാധ്യമല്ല. അത്തരം ഒരു ഫോണാണ് ഇപ്പോൾ ഈ പറയുന്ന 94,999 എന്ന പ്രൈസിന് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഫോണിന്റെ റേറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2.7 റേറ്റിംഗ് മാത്രമാണ് ആമസോണിൽ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വാങ്ങിയവർ അത്രയും തൃപ്തരല്ല എന്നുള്ളതും നിങ്ങളെ ഒന്ന് അറിയിച്ചോളട്ടെ. അടുത്ത എട്ടാമത്തെ ഫോണിലേക്ക് പറയുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ 7 ഫോണുകൾ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ വന്ന വിലക്കുറവുകളായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ പ്രൈസിൽ കുറവ് വന്ന ഫോണുകളാണ്. അതിനകത്ത് ആദ്യം പറയാനുള്ളത് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി M35 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതും നല്ല ഫോണാണ്. പക്ഷേ ഇവർ പുറത്തിറക്കിയ ഇതിന്റെ വില എന്ന് പറയുന്നത് 24,500 രൂപയ്ക്കായിരുന്നു. അന്ന് തന്നെ ആ പ്രൈസിന് തന്നെ ആ ഫോൺ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 13,697 എന്ന് പറയുന്ന ഏകദേശം പകുതിയോടടുത്ത് നിൽക്കുന്ന വിലയ്ക്ക് കുറഞ്ഞിരിക്കുകയാണ്. 6GB RAM 128GB വിലയാണ് ഇത്രയും കുറഞ്ഞത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ്, അതുപോലെ 6000 mAh ബാറ്ററി, 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ. ഇതിന്റെ റേറ്റിംഗ് വന്നിട്ട് 4.1 ഉണ്ട്. നല്ല ഫോണാണ്. ഇത്രയും വില അണ്ടർ 15,000 എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങാവുന്ന ഏറ്റവും മികച്ച ഫോണായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ മാറിയിട്ടുണ്ടെന്ന് വേണം പറയണം, അതിന്റെ പ്രൈസ് ഇത്രയും കുറഞ്ഞപ്പോൾ. അതുപോലെ സാംസങ്ങിന്റെ തന്നെ സാംസങ് ഗാലക്സി A55 എന്ന് പറയുന്ന ഫോണിനും കാര്യമായിട്ടുള്ള വില കുറഞ്ഞിട്ടുണ്ട്. 43,000 രൂപ 42,999 പുറത്തിറക്കിയ ഫോൺ ഇപ്പോൾ 25,999 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. 8GB RAM 128 ആണ് വില പറഞ്ഞത്. 4.2 റേറ്റിംഗ് ലഭിച്ച ഒരു ഫോണാണ് ആമസോണിൽ. അടുത്തതായിട്ട് വില കാര്യമായിട്ട് കുറഞ്ഞ ഐക്യൂന്റെ ഒരു ഫോണാണ് IQ C10X എന്ന് പറയുന്ന ഫോൺ. ഇത് 6GB RAM 128 വില 17,500 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 13,640 വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബെസ്റ്റ് അണ്ടർ 15,000 മറ്റൊരു ഫോൺ ആവുന്നു IQ C10X. ഇപ്പോൾ ഇതിന്റെ റേറ്റിംഗ് 4.4 ഉണ്ടെന്നുള്ളത് ഓർക്കണം. ആമസോൺ വഴി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ വിലയ്ക്ക് ഇപ്പോൾ വാങ്ങാം. പിന്നീട് വില കുറഞ്ഞ അടുത്ത നത്തിങ്ങിന്റെ ഫോൺ നത്തിങ് 2A Plus. ഇത് 30,000 രൂപയ്ക്കായിരുന്നു അവർ ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ 19,911 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൂടെ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇപ്പോഴും ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ വില 30,000 രൂപ തന്നെയാണ്. 29,999 ആണ്. ഫ്ലിപ്കാർട്ടിൽ വില കുറഞ്ഞിട്ടില്ല. പക്ഷേ ആമസോണിൽ 19,911 എന്ന വിലയിലേക്ക് കുറഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 10,000 രൂപയോളമാണ് 30,000 രൂപ വില ഉണ്ടായിരുന്ന ഈ ഒരു ഫോണിന് കുറഞ്ഞിരിക്കുന്നത്. അതായത് 1/3 വില കുറഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇത് 28,000 രൂപയ്ക്കായിരുന്നു ഇവർ വിറ്റുകൊണ്ടിരുന്നത്. ആ പ്രൈസിന് തന്നെ അതിൽ നിന്നും കൂടിയ സ്പെസിഫിക്കേഷനുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഫോണായിരുന്നു മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ. പലപ്പോഴും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കാണിച്ചിരുന്നത്. ആ ഒരു ഫോൺ ഇപ്പോൾ 24,985, ഏകദേശം 3,000-ലധികം രൂപയുടെ കുറവാണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനും വന്നിരിക്കുന്നത്. ബെസ്റ്റ് പ്രൈസിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഫോണുകളുടെ വില കുറവാണ്. അടുത്തായിട്ട് ഇനി ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളിലും വില കുറഞ്ഞിട്ടുണ്ട്. അതായത് സാംസങ്ങിന്റെ M05 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ 10,000 രൂപയ്ക്ക് 9,999 രൂപയ്ക്ക് വിറ്റിരുന്ന ഫോൺ ഇപ്പോൾ 6,249 രൂപയ്ക്ക് വാങ്ങാം. 4GB RAM 64GB ആണ് ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്നത്. 10,000 രൂപയിൽ താഴെ ബെസ്റ്റ് ഫോൺ നോക്കുന്നെങ്കിൽ നമുക്ക് ഇനി ഈ ഒരു ഫോൺ തന്നെ വേണമെങ്കിൽ നോക്കാം. അതുപോലെ സാംസങ്ങിന്റെ ഗാലക്സി M06 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും 15,500 രൂപ എന്ന MRP പ്രൈസ് ആയിരുന്ന ഫോൺ ഇപ്പോൾ 9,799 രൂപയ്ക്ക് 6GB RAM 128GB വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ഫോണുകളുടെ വിലയാണ് ഇപ്പോൾ കാര്യമായിട്ട് കുറഞ്ഞത്. ഒന്നുകിൽ സെയിൽ കുറവായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ഇത്രയൊക്കെ വില കുറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിലും ഒക്കെ ഈ പറഞ്ഞ ചില സമയങ്ങളിൽ ഇത്തരത്തിൽ ഡീലുകൾ വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു വിലക്കുറവാണ് സ്മാർട്ട് ഫോണുകൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇനി വരാനുള്ളതൊക്കെ നോക്കിയിരുന്നാൽ വരുന്ന ഫോണുകൾ അറിയാം, ലോഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഒരു ബെസ്റ്റ് വാല്യൂ എന്ന രീതിയിൽ സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വർത്ത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.